ഹായ് ഫ്രണ്ട്സ്, സ്ട്രിംഗ് ആർട്ടിൻ്റെ അടുത്ത ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് ജിനോ. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് നിങ്ങളിപ്പോൾ കാണുന്ന പോലെ ഒരു റൗണ്ട് ഷേപ്പ് ആയിട്ടുള്ള ഒരു സ്ട്രിംഗ് ആർട്ടാണ്. സ്ട്രിംഗ് ആർട്ട് എന്താണെന്ന് അറിയാത്തവർ കൺഫ്യൂസ്ഡ് ആവണ്ട. ഞാൻ ഈ വീഡിയോയിൽ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഞെക്കുകയാണെങ്കിൽ ഞാൻ ഇതുപോലുള്ള വീഡിയോസ് ഇനിയും അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് പോകാം. നമ്മൾ കളർഫുള്ളായിട്ടുള്ള സ്ട്രിംഗ് ആർട്ട് ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. എന്നാലും നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഞാനിപ്പോൾ വൈറ്റ് കളർ യൂസ് ചെയ്തിട്ട് ഒരു ഡെമോ ചെയ്യാം. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു മരത്തിൻ്റെ ബോർഡ് എടുക്കുക. അതിൽ ആദ്യം തന്നെ ഒരു റൗണ്ട് വരയ്ക്കുക. ഇഷ്ടമുള്ള റേഡിയസ് നമുക്ക് എടുക്കാം. മരത്തിൻ്റെ ബോർഡിൻ്റെ സൈസിനനുസരിച്ച് അതിൻ്റെ റേഡിയസും കാര്യങ്ങളൊക്കെ എടുക്കാം. എന്നിട്ട് ആ റൗണ്ട് ഒരു 5 ഡിഗ്രി വെച്ച് ഡിവൈഡ് ചെയ്യുക. ഞാനിവിടെ ചെയ്തിരിക്കുന്ന ഒരു 3 ഡിഗ്രി വെച്ചാണ് ഡിവൈഡ് ചെയ്ത് നോക്കുന്നത്. നിങ്ങൾക്കിപ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ ഒരു 5 ഡിഗ്രി ഒക്കെ വെച്ച് ഡിവൈഡ് ചെയ്യുക. എന്നിട്ട് ആ പോയിൻറ്റ്സ് റൗണ്ടിൽ മാർക്ക് ചെയ്യുക. എന്നിട്ട് ആ പോയിൻറ്റ്സിൽ ആണി അടിക്കുക. ആണി അടിച്ചതിന് ശേഷം നൂലെടുത്ത് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ സംഭവം അടിപൊളിയാവും. ആദ്യം തന്നെ ഒരു പോയിൻ്റ് റൗണ്ടിലത്തെ ഏതെങ്കിലും ഒരു പോയിൻ്റ് സെലക്ട് ചെയ്യുക. എന്നിട്ട് ആ പോയിൻറ്റിന് നമുക്ക് 1 ആയിട്ട് എടുക്കാം. അതിനുശേഷം ആ പോയിൻറ്റിൽ നൂല് ടൈ ചെയ്യുക. നൂല് അതിൽ കെട്ടുക. പിന്നെ എന്താ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ആ നമ്പറിൻ്റെ ഇരട്ടി ആയിട്ടുള്ള നമ്പറിലേക്ക് നൂല് കണക്ട് ചെയ്യുക. അതായത് ഇപ്പോൾ നമ്മൾ ഒരു പോയിൻ്റ് എടുത്തു, അത് 1 ആയിട്ട് എടുത്തു. അപ്പോൾ 1-ൽ നിന്നും രണ്ടാമത്തെ പോയിൻറ്റിലേക്ക് നൂല് കണക്ട് ചെയ്യുക. അതിനുശേഷം രണ്ടാമത്തെ പോയിന്റിൽ നിന്ന് 4-ാമത്തെ പോയിന്റിലേക്ക് കണക്ട് ചെയ്യുക. അതായത് നമ്മൾ എടുക്കുന്ന നമ്പറിൻ്റെ ഇരട്ടി വരുന്ന പോയിന്റിലേക്ക് കണക്ട് ചെയ്യുക. പിന്നെ 3-ാമത്തെ പോയിന്റിൽ നിന്ന് 6-ാമത്തെ പോയിന്റിലേക്ക്, 4-ാമത്തെ പോയിന്റിൽ നിന്ന് 8-ാമത്തെ പോയിന്റിലേക്ക്, 5-ാമത്തെ പോയിന്റിൽ നിന്ന് 10-ാമത്തെ പോയിന്റിലേക്ക് അങ്ങനെ കണക്ട് ചെയ്ത് ഇപ്പോൾ കാണുന്ന പോലെ ചെയ്തു പോവുക. കുറച്ച് അങ്ങനെ കണക്ട് ചെയ്ത് പോകുമ്പോൾ ഈ കാണുന്ന പോലെ ഒരു ഡിസൈൻ നമുക്ക് കിട്ടും. അതിനുശേഷം വീണ്ടും കണ്ടിന്യൂ ചെയ്യുക. എന്നിട്ട് നമ്മൾ തുടങ്ങിയ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ തന്നെ നൂല് വീണ്ടും തിരിച്ചെത്തുമ്പോൾ അവിടെ ആ നൂല് ടൈ ചെയ്തിടുക. ഈ വീഡിയോയിൽ ഞാൻ ചെയ്യുന്നത് ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനാണ്. കാരണം അതാണ് കൂടുതൽ മനസ്സിലാക്കാൻ എളുപ്പം. നമ്മളിതിൻ്റെ ഒറിജിനൽ സ്ട്രിംഗ് ഒക്കെ യൂസ് ചെയ്തിട്ടുള്ള വീഡിയോ അടുത്ത് തന്നെ ചെയ്യും. തുടങ്ങിയ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ തന്നെ നൂല് വീണ്ടും തിരിച്ചെത്തുമ്പോൾ അവിടെ ആ നൂല് ടൈ ചെയ്തിടുക. ഇത്രയ്ക്കുള്ളൂ സ്ട്രിംഗ് ആർട്ട്. ഈ സ്ട്രിംഗ് ആർട്ടിൻ്റെ ബേസിക് ഡിസൈൻ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഇനി നമ്മൾ ഈ റൗണ്ട് ഫുള്ള് ഫില്ല് ചെയ്യാൻ വേണ്ടി ഈ സെയിം ഡിസൈൻ വെച്ചിട്ട് ഈ റൗണ്ട് ഫുള്ള് ഫില്ല് ചെയ്യാൻ പോവാണ്. അടുത്തത് ചെയ്യാനായിട്ട് അടുത്ത സ്ട്രിംഗ് ആർട്ട് പോയിന്റ് സെലക്ട് ചെയ്യുക. അടുത്ത സ്ട്രിംഗ് ആർട്ട് പോയിന്റ് സെലക്ട് ചെയ്യുമ്പോൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്നുണ്ടെങ്കിൽ മുമ്പ് സെലക്ട് ചെയ്ത പോയിന്റിനേക്കാൾ ഒരു 10-15 പോയിന്റ്സ് മാറിയിട്ട് വേണം അടുത്ത പോയിന്റ് സെലക്ട് ചെയ്യാൻ. എന്നിട്ട് ആ സെലക്ട് ചെയ്ത പോയിന്റ് വീണ്ടും ഇതുപോലെ തന്നെ 1 ആയിട്ട് സെലക്ട് ചെയ്യുക. 2-ലേക്ക്, 2-ൽ നിന്ന് 4-ലേക്ക്, 3-ൽ നിന്ന് 6-ലേക്ക് അങ്ങനെ കണക്ട് ചെയ്ത് പോവാം. പിന്നെ ഈ പോയിന്റ്സിൻ്റെ ആ ഗ്യാപ്പ്, നമ്മൾ രണ്ടാമത് സെലക്ട് ചെയ്യണ പോയിന്റ്സിൻ്റെ ഗ്യാപ്പ് ഇനി അടുത്ത റൗണ്ട് വരുമ്പോൾ മൂന്നാമത്തെ റൗണ്ടിൻ്റെ പോയിന്റ് സെലക്ട് ചെയ്യും. അപ്പോൾ ആ സെലക്ട് ചെയ്യണതിൻ്റെ ഗ്യാപ്പ് സെയിം ആവാൻ ശ്രദ്ധിക്കുക. അപ്പോഴാണ് കൂടുതൽ ഈ ആർട്ടിൻ്റെ ഭംഗി വരിക. ഇനി നമുക്ക് കളർഫുള്ളായിട്ട് സെയിം ആർട്ട് ചെയ്യാം. കളർഫുള്ളായി ചെയ്യുമ്പോൾ ഒരു 7 കളറെങ്കിലും ഇത് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യണം. അപ്പോഴാണ് അതിൻ്റെ ഒരു റെയിൻബോയുടെ എഫക്റ്റ് വരുള്ളൂ. നമ്മൾ ഓൾറെഡി വൈറ്റ് കളർ കൊണ്ട് ചെയ്ത ആ സെയിം സ്റ്റെപ്സ് ഇനി ഈ കളർഫുള്ളായിട്ടുള്ള സ്ട്രിങ് വെച്ചിട്ടും ചെയ്യുക. അത്രയുള്ള പരിപാടി. ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് ഇത് ട്രൈ ചെയ്ത് നോക്കുക. സംഭവം അടിപൊളിയാണ്. ചെയ്ത് കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ടുള്ള സ്റ്റെപ്സാണ്. ബോർഡിൽ ആണി അടിക്കാൻ മാത്രമാണ് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള പരിപാടിയുള്ളൂ. പിന്നെ നൂല് വെറുതെ ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുക, അത്രേ ഉള്ളൂ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. നമ്മളതിന് മാക്സിമം റിപ്ലൈ ചെയ്യും.
നമ്മൾ ആണി അടിക്കുമ്പോഴൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്നുണ്ടെങ്കിൽ കൈമൊന്നും ആണി അടിക്കുന്ന സമയത്ത് കൈമൊന്നും ചുറ്റിക്കൊണ്ട് അടിക്കാതെ ശ്രദ്ധിക്കുക. പിന്നെ ഇതൊരു വുഡൻ ബോർഡിൽ ചെയ്യുമ്പോൾ, അതായത് മരത്തിൻ്റെ ഒരു പലകേമ ചെയ്യുമ്പോൾ ആദ്യം തന്നെ ഒരു പേപ്പറിൽ ഈ ഡിസൈൻ വരച്ചിട്ട്, അതായത് റൗണ്ട് വരച്ച് പോയിൻറ്റ്സ് ഒക്കെ മാർക്ക് ചെയ്ത് ആ ബോർഡുമേ ഒട്ടിച്ച് വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ ആണിയൊക്കെ അടിച്ച് കഴിയുമ്പോൾ ആ പേപ്പർ വലിച്ച് കളഞ്ഞാൽ മതി. കാരണം ബോർഡിൽ ഡയറക്റ്റായി വരയ്ക്കുമ്പോൾ അത് മായ്ച്ച് കളയാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്. സ്ട്രിങ് ആർട്ടിനെ കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ചാനലിൽ മുന്നേ അപ്ലോഡ് ചെയ്ത വീഡിയോസ് കണ്ടാൽ മതി. ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ.